കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ചാർലി കിർക്ക്. ആരാണ് ഈ ചാർലി കിർക്ക്? ചാർലി കിർക്ക് ഒരു അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകനും കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമാണ്. 1993 ഒക്ടോബർ 14 അമേരിക്കയിലെ ഇല്ലിനോയിസ് സംസ്ഥാനത്തെ ആർലിംഗ്ടൺ ഹെയ്റ്റ്സിൽ ജനനം. ചെറുപ്പം മുതലേ രാഷ്ട്രീയ വിഷയങ്ങളിൽ താൽപ്പര്യം കാണിച്ച അദ്ദേഹം കോളേജ് പഠനം ഉപേക്ഷിച്ച് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് മുഴുകി. 2012 വെറും 18-ാം വയസ്സിൽ ചാർലി കിർക്ക് ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. യുവജനങ്ങളിൽ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, ക്യാപിറ്റലിസം, പരിമിതമായ സർക്കാർ ഇടപെടൽ എന്നീ കൺസർവേറ്റീവ് ആശയങ്ങൾ വളർത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ന് TPUSA അമേരിക്കയിലെ ഏറ്റവും വലിയ യുവജന കൺസർവേറ്റീവ് സംഘടനകളിൽ ഒന്നാണ്. ടൈം ഫോർ എ ടേണിംഗ് പോയിന്റ്, ദ മാഗ ഡോക്ട്രൈൻ, റൈറ്റ് വിംഗ് റെവല്യൂഷൻ തുടങ്ങിയവ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്. ഇവയിൽ പ്രധാനമായും ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുന്നതും കൺസർവേറ്റീവ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതുമാണ്. ദ ചാർലി കിർക്ക് ഷോ ദിവസേന സംപ്രേഷണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രധാന പോഡ്കാസ്റ്റാണ്. ഫോക്സ് ന്യൂസ്, ന്യൂസ് മാക്സ് തുടങ്ങിയ ചാനലുകളിൽ സ്ഥിരമായി രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. ചാർലി കിർക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ളവനാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെ ശക്തമായി പിന്തുണച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. യുവജനങ്ങളിൽ റിപ്പബ്ലിക്കൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അദ്ദേഹം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ചെറിയ കാലയളവിലും ഒരുപാട് വിവാദങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ ലെഫ്റ്റ് വിംഗ് അധ്യാപകരെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും ശക്തമായി വിമർശിച്ചതിനാൽ വിവാദങ്ങൾ നേരിട്ടു. ഇമിഗ്രേഷൻ, COVID-19, എലക്ഷൻ ഇന്റഗ്രിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചാർലി കിർക്ക് അമേരിക്കയിലെ യുവജനങ്ങളിൽ കൺസർവേറ്റീവ് രാഷ്ട്രീയവും ആശയങ്ങളും വളർത്തുന്ന പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ്.